പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യം മുതൽ. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. വീണ്ടും 34-ാം വാക്യം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. വീണ്ടും പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ക്രിസ്തുവിൽ നവജീവിതം. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ വചനത്തെ നെഞ്ചിലേറ്റുമ്പോൾ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കും. അല്ലെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ അടിമകളായി തീരും. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ വചനം അനുദിനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നവർ ക്രമേണ ഒരു മെറ്റമോർഫോസിസ്, ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ കുടികൊള്ളുകയും നമ്മൾ വചനാധിഷ്ഠിതമായി നമ്മൾ ജീവിക്കുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ അനുഭവിക്കും. അത്രയും കാലം നമ്മളിങ്ങനെ ക്രിസ്തുവിനെ തേടി അലഞ്ഞു നടക്കും. അല്ലെങ്കിൽ നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടി നമുക്ക് തന്നെ കാരാഗ്രഹങ്ങൾ, പാപങ്ങളാകുന്ന ബന്ധനങ്ങൾ തീർത്തുകൊണ്ടേയിരിക്കും. ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത ബന്ധുക്കളൊക്കെ ഒത്തിരി എന്നേക്കാളിലൊക്കെ പ്രായമായിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ആ ധ്യാനം ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പലപ്പോഴും അവരോട് തന്നെ പറയാറുണ്ട്, എനിക്കെല്ലാം മനസ്സിലായി. കർത്താവ് എല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. വചനത്തിലൂടെ അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്വയം നവീകരിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പള്ളി വിട്ട് വേറെ പള്ളിയിലേക്കും
ഒരു ധ്യാനം വിട്ട് വേറെ ധ്യാനത്തിലേക്കും ഈ ധ്യാനം മാത്രം കൂടി ഇങ്ങനെ നടന്ന് അതിൻ്റെ ഒന്നും അലയേണ്ട ആവശ്യമില്ല. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അനുദിനം വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ക്രമേണ വൺ ബൈ വൺ അശുദ്ധിയിൽ നിന്നെല്ലാം നമ്മൾ മോചിതരായിത്തീരുന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥമായ സന്തോഷവും ആനന്ദവും സ്വാതന്ത്ര്യവും നമ്മൾ അനുഭവിക്കും. നമുക്ക് 2 ഓപ്ഷൻസാണുള്ളത്. ഒന്ന്, ഒരു പുഴുവിനെ പോലെ ജീവിക്കാം, അല്ലെങ്കിൽ ഒരു ചിത്രശലഭത്തെ പോലെ വർണ്ണശബളമായി ഭംഗിയുള്ളവരായി ചിറകിട്ടടിച്ച് നമുക്ക് സ്വാതന്ത്ര്യത്തിൽ വസിക്കാം. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അതേസമയം ക്രിസ്തുവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവൻ, അവൻ ക്രിസ്തുവിൻ്റെ ദേവാലയമാണ്. ക്രിസ്തു അവനിൽ അല്ലെങ്കിൽ അവളിൽ വസിക്കുന്നു. അവന് സ്വാതന്ത്ര്യം, അവൻ യഥാർത്ഥ സ്വാതന്ത്ര്യവും സമാധാനവും അനുഭവിക്കും. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കുറച്ച് ഒരു സീനിയർ ഒരു ഏജിൽ ഇത്തിരി ഒരു സീനിയർ സിറ്റിസൺസിലൊക്കെ നമ്മൾ കാണുന്ന, ഇനി എന്ത്, എല്ലാം കഴിഞ്ഞു, ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഈ പറച്ചിൽ വന്നു തുടങ്ങും. ഇനി എന്താ, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു പുഴുവിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നിരാശരായിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്രിസ്തു നമ്മിൽ വസിക്കുന്നുവെങ്കിൽ ആ ഒരു ചുരുങ്ങൽ അത് നമ്മളെ ബാധിക്കുന്നില്ല. അങ്ങനെയുള്ള നിരാശകളും ഡിപ്രഷനുകളും ഒന്നും നമ്മളെ ബാധിക്കുന്നില്ല. അഥവാ ഇനി ബാധിച്ചാൽ തന്നെ അതെല്ലാം വളരെ നൈമിഷികമാണ്. പെട്ടെന്ന് തന്നെ വചനം നമ്മളെ അതിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കും. കാരണം ക്രിസ്തുവിൽ വസിക്കുന്നവർ ആത്മാവിലാണ് വിശ്വസിക്കുന്നത്. ശരീരം ടെമ്പററി ആണെന്ന് അവന് യഥാർത്ഥമായി അറിയാം. അവൻ മരണാനന്തര ജീവിതത്തിലും അവന് വലിയ ആശയാണുള്ളത്. അപ്പോൾ ഏത് സമയത്താണെങ്കിലും അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം കൃതജ്ഞതയോടെ കർത്താവിനെ സേവിക്കുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവം ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികൾക്കും നമ്മുടെ ഈ ജീവിതത്തിന് തന്നെയും നന്ദിയുള്ളവരായി ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുക. പ്രകാരം ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തു തന്നെ ആയിരുന്നാലും നമ്മൾ യഥാർത്ഥ സന്തോഷം നമ്മൾ അനുഭവിക്കും. നമ്മളാകെ കൂടി ചെയ്യേണ്ടത് അനുദിനം കുറച്ച് സമയം സമാധാനമായിരുന്ന് വചനം വായിക്കുകയും ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുകയുമാണ്. കർത്താവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പരിണാമം നമ്മളിൽ സംഭവിക്കും. ഈ ഒരു വെളിപാടിനായി, ഈ ഒരു തുറവിക്കായി ദൈവം നമ്മളെ വിളിക്കുന്നു. കർത്താവ് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. നമുക്കതിനു വേണ്ടി പ്രത്യേകം കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങ് ഞങ്ങളിൽ വന്ന് വസിക്കണമേ.
യഥാർത്ഥ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഗോഡ് ബ്ലെസ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ.